ഇത് അത്തൗഹീദാണ്, നിങ്ങൾ ഇറക്കിയതാണ്. ഇതിലെന്താ ഉള്ളത് കേട്ടോളൂ. ഇതിൽ മലക്കുകൾ പ്രപഞ്ചത്തിന്റെ സജീവ സാന്നിധ്യം, മലക്കുകൾ പ്രപഞ്ചത്തിന്റെ സജീവ സാന്നിധ്യം, അങ്ങനെ ഒരു ലേഖനമുണ്ട് ഇതില്. ഈ ലേഖനത്തിൽ എന്താ പറയുന്നത് കേട്ടോളൂ, കേട്ടോളൂ. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ഖുർആൻ ഓതുന്ന ആളുകളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും. ജന്തുക്കൾ അറിയും ആ വിവരം. മാത്രമല്ല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക. മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ ഉറക്കെ വിളിക്കുക. മലക്കുകൾ രക്ഷക്കെത്തും. കേട്ടോ, മലക്കുകൾ രക്ഷക്കെത്തും. അപ്പോ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോടാണെന്ന് അള്ളാഹ് പറയുമ്പോ, അതേ മുജാഹിദ് പ്രസ്ഥാനത്തെ നടുകപ്പിളർത്തി പുറത്തു പോയിട്ട് ഇറക്കിയ തൗഹീദ് മാസികയിലായി എഴുതിയത്, വിജനപ്രദേശത്ത് അഥവാ മരുഭൂമിയിൽ അകപ്പെട്ടു പോയാൽ മലക്കുകളെ വിളിച്ചന്വേഷിക്കൂ, ഉറക്കെ വിളിച്ചന്വേഷിക്കൂ. അല്ല മലക്കുകളെ എന്ന് വിളിച്ചോളൂ. അങ്ങനെ ഉറക്കെ വിളിച്ചാൽ മലക്കുകൾ രക്ഷക്കെത്തും എന്നാ പറയുന്നത്. അപ്പൊ ഒരു മറുപടി, എന്താ വല്ലാത്ത കുടുക്കാണല്ലോ പടച്ചോനെ, ഇത് വേണ്ടാത്ത പഠിക്കരുത്. അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് പ്രസ്ഥാനം വേറെയാണ്. ഇത് തൗഹീദി പ്രസ്ഥാനമാണ്, ഇത് ആദർശ പ്രസ്ഥാനമാണ്. ഇതിനെ തൊട്ട് കളിച്ചവരെ റബ്ബ് വിട്ടിട്ടില്ല. പഠിച്ചു വെച്ചോ, മനസ്സിലാക്കിക്കോ, ഇത് ആദർശ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കണം, അറിയണം. എന്താണെന്നറിയോ ഇതിൽ കുടുങ്ങിയിട്ട് അതേ നമ്മുടെ, ഞാൻ ആലോചിച്ച് പറയാൻ പറ്റുള്ളൂ, നമ്മുടെ അലിമുസ്ലിയാർ പറയാണ് കേട്ടോളൂ. അദ്ദേഹത്തിന്റെ മറുപടി, ഇതിന് ന്യായം അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം പറയട്ടെ. ഇനി ഇതേ വാദത്തിൽ തെളിവായിട്ട് നിങ്ങൾ ഉദ്ധരിക്കാറുള്ളത് അത്തൗഹീദ. ഒന്ന്, അതെന്തേ പറയാതിരുന്നതാവാം. അത്തൗഹീദ് 2004 ഏപ്രിൽ മാസത്തില് KK ഇതിൽ മലക്കുകളോട് വിളിച്ചു തേടാമെന്ന് എഴുതിയിട്ടുണ്ട്. KK മുഹമ്മദ് സുല്ലമി അങ്ങനെ എഴുതിയിട്ടില്ല. നേരെ മറിച്ച് KK മുഹമ്മദ് സുല്ലമി എഴുതിയത്, ഖുർആൻ ഓതുന്ന ആളുടെ അടുക്കൽ അനുഗ്രഹത്തിന്റെ മലക്ക് വരും, ജന്തുക്കൾ അറിയും, മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയാൽ ഉറക്കെ വിളിച്ചന്വേഷിക്കുക, മലക്കുകൾ രക്ഷക്കെത്തും. മരുഭൂമിയിൽ ഒറ്റപ്പെട്ടാൽ ആരെ ഉറക്കെ വിളിച്ചന്വേഷിക്കണം? തൗഹീദ് ഉൾക്കൊണ്ടവൻ അള്ളാനെ വിളിക്കും. അള്ളാനെ വിളിച്ചാൽ അള്ളാഹ് മലക്കുകളിലൂടെ സഹായിച്ചേക്കാം. അതാണ് യഹ്ഫദൂനഹു മിൻ അംരില്ലാ എന്ന് ഖുർആൻ പറഞ്ഞത്. ബദർ യുദ്ധത്തിൽ മലക്കുകളിലൂടെ അള്ളാഹ് സഹായിച്ചിട്ടുണ്ട്. അത്രേ KK മുഹമ്മദ് സുല്ലമി എഴുതിയിട്ടുള്ളൂ. വല്ലാത്ത തൊലിക്കെട്ടിയാണ്, വല്ലാത്ത തൊഴിലാക്കിയാരാണ്. ഉറക്കെ വിളിക്കാൻ പറഞ്ഞ അള്ളാനെയാണ്. ഇതാ ഖുർആൻ അതാ പറയുന്നത്, ഉദൂ റബ്ബക്കും തളർറുൻ വഖുഫിയ, പടച്ചവരെ പതുക്കെ വിളിച്ചോതാ. ഉറക്കെ വിളിക്കേണ്ടത് പടച്ചവനെയാണോ? പടച്ചവരെ വിളിക്കാനാണെങ്കിൽ ഉറക്കെ വിളിക്കണോ, പതുക്കെ വിളിക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. ഉദൂ റബ്ബക്കും തളർറുൻ വഖുഫിയ, ശബ്ദം താഴ്ത്തി പതുക്കെ വിളിച്ചോ റബ്ബിനേതാ. ഇവിടെ ഉറക്കെ വിളിക്കാൻ പറഞ്ഞ ആരെ? മലക്കിനെ തന്നെ വിടൂല ഞങ്ങൾ. കാര്യം എന്താ? ബാക്കി വായിച്ചോ, ചുവട്ടിൽ വായിച്ചോ. എന്ത്? ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും, കണ്ടോ, വിളിക്കാൻ മാത്രമല്ല, ഒറ്റക്ക് മരുഭൂമിയിൽ നമസ്കരിക്കുന്നവനും ഉറക്കെ ബാങ്ക് കൊടുക്കുക, മലക്കുകൾ നമസ്കരിക്കാനെത്തും. അല്ലെത്തുന്നല്ല, ഉറക്കെ വിളിക്കണം, ബാങ്ക് ഉറക്കെ വിളിക്കണം. കാരണം എന്താ? മലക്കുണ്ടെങ്കിൽ കേൾക്കണം, മലക്ക് വരും നിസ്കരിക്കാൻ കൂടെ. അതുകൊണ്ട് മരുഭൂമിയിൽ വെച്ച് ബാങ്ക് കൊടുക്കുമ്പോഴും ഉറക്കെ വിളിച്ചോളൂ, എങ്കിലും മലക്കുകൾ നിസ്കരിക്കാൻ